നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ചുവന്ന ലിപ്സ്റ്റിക്കോ നീല ജീൻസോ ഇട്ടാൽ ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരു രാജ്യം. ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്ക് ചുവന്ന ലിപ്സ്റ്റിക്ക് അവരുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ചുവന്ന ലിപ്സ്റ്റിക്ക് നിരോധിച്ചിരിക്കുന്ന ഒരു രാജ്യം കൂടി ഈ ലോകത്തിലുണ്ട് എന്ന് അറിയാമോ? പൗരന്മാരുടെ വസ്ത്രധാരണത്തിലും ഹെയർ സ്റ്റൈലിലും വരെ കർശന നിയന്ത്രണങ്ങളുള്ള രാജ്യമായ ഉത്തര കൊറിയയിലാണ് ഈ നിയമവും ഉള്ളത്. ഉത്തര കൊറിയയിലെ വിചിത്രമായ നിയമങ്ങളെക്കുറിച്ചും ഏകാധിപതി കിം ജോങ് ഉന്നിൻ്റെ കർശന നിയന്ത്രണങ്ങളെക്കുറിച്ചുമുള്ള വാർത്തകൾ പലപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്താറുണ്ട്. അത്തരത്തിൽ ലോകത്തെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് അവിടെ നിലനിൽക്കുന്ന ചുവന്ന ലിപ്സ്റ്റിക് നിരോധനം. എന്തുകൊണ്ടാണ് ഈ ലിപ്സ്റ്റിക്കിനോട് ഉത്തര കൊറിയൻ ഭരണകൂടം ഇത്രയേറെ വിരോധം കാണിക്കുന്നത്? ഇതിന് പിന്നിലെ കാരണങ്ങളും നിയമങ്ങളും പരിശോധിക്കാം. എന്തുകൊണ്ട് ചുവന്ന ലിപ്സ്റ്റിക് നിരോധിച്ചു? ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്ക് ചുവന്ന ലിപ്സ്റ്റിക് സൗന്ദര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീകമാണെങ്കിൽ ഉത്തര കൊറിയയിൽ ഇത് കുറ്റകൃത്യമാണ്. കിം ജോങ് ഉന്നിൻ്റെ ഉത്തരവ് പ്രകാരം ചുവന്ന ലിപ്സ്റ്റിക് എന്നത് മുതലാളിത്തത്തിൻ്റെ പ്രതീകമാണ്. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ സ്വാധീനം ജനങ്ങളിൽ എത്താതിരിക്കാനാണ് ഇത്തരം കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഉത്തര കൊറിയയിൽ ലാളിത്യമാണ് പൗരന്മാരുടെ മുഖമുദ്രയായി കണക്കാക്കുന്നത്. അമിതമായ മേക്കപ്പ് ഇടുന്നതും ആകർഷകമായ രീതിയിൽ ഒരുങ്ങുന്നതും സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഭരണകൂടം വിശ്വസിക്കുന്നു. സ്ത്രീകൾ ആകർഷകമായി ഒരുങ്ങുന്നത് സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾക്ക് ചേർന്നതല്ലെന്നാണ് അവരുടെ വാദം. നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ അവിടെ ഫാഷൻ പോലീസ് എന്ന പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. പൊതുസ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്ന ഇവർ ചുവന്ന ലിപ്സ്റ്റിക്കോ സ്കിന്നി ജീൻസോ ധരിച്ചവരെ കണ്ടെത്തിയാൽ പിഴ ചുമത്തുകയോ തടവിലാക്കുകയോ ചെയ്യും. ലിപ്സ്റ്റിക്കിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഉത്തര കൊറിയയിലെ നിയന്ത്രണങ്ങൾ. പാശ്ചാത്യ സംസ്കാരത്തെ ഓർമ്മിപ്പിക്കുന്ന പല കാര്യങ്ങൾക്കും അവിടെ വിലക്കുണ്ട്. നീല ജീൻസ് അമേരിക്കൻ സംസ്കാരത്തിൻ്റെ അടയാളമായാണ് ഉത്തര കൊറിയ കാണുന്നത്. അതിനാൽ അവിടെ നീല ജീൻസ് ധരിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന വസ്ത്രങ്ങളും അവിടെ അനുവദനീയമല്ല. ബോഡി പിയേഴ്സിംഗ്, ശരീരത്തിൽ തുളകൾ ഇടുന്നതും വർണ്ണാഭമായ ആഭരണങ്ങൾ ധരിക്കുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു. പൗരന്മാർക്ക് സർക്കാർ അനുവദിച്ച ഹെയർ സ്റ്റൈലുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. കിം ജോങ് ഉന്നിൻ്റെ ഹെയർ സ്റ്റൈൽ അനുകരിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. സാധാരണ ജനങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധമുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ അനുവാദമില്ല. ടിവിക്കുമുണ്ട് നിയന്ത്രണം. സർക്കാർ നിയന്ത്രണത്തിലുള്ള കുറച്ചു ചാനലുകൾ മാത്രമേ കാണിക്കാൻ സാധിക്കൂ. ജനങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേൽ ഇത്രയേറെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ ഭരണകൂടത്തോടുള്ള പൂർണ്ണമായ അനുസരണ ഉറപ്പാക്കുകയാണ് കിം ജോങ് ഉൻ ലക്ഷ്യമിടുന്നത്. പുറം ലോകത്തെ സംസ്കാരങ്ങളോ ചിന്താഗതികളോ രാജ്യത്തേക്ക് കടന്നു വരുന്നത് തൻ്റെ അധികാരത്തിന് ഭീഷണിയാകുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. ലളിതമായ ജീവിതശൈലി പിന്തുടരുന്നതിലൂടെ ജനങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക അച്ചടക്കം നിലനിർത്താമെന്നുമാണ് ഭരണകൂടം കരുതുന്നത്. ചുരുക്കത്തിൽ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ സാധാരണമായി കാണുന്ന പല കാര്യങ്ങളും ഉത്തര കൊറിയയിൽ വലിയ ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യങ്ങളാണ്. കൂടുതൽ ചരിത്ര സംഭവങ്ങൾക്ക് ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.